അർജുൻ, ഇപ്പോൾ എന്താണ് പ്രതിയുടെ മൊഴി? എന്തിനീ കൊലപാതകങ്ങൾ നടത്തിയെന്നുള്ളതാണ്. അപ്പോൾ ഇനിയും പട്ടികയിൽ ഭാര്യ അടക്കമുണ്ട്. അവരെ കൂടി കൊല ചെയ്യേണ്ടതുണ്ട് എന്നാണോ അയാൾ പറയുന്നത്, അതോ അവരെ കൂടി ഉദ്ദേശിച്ചിരുന്നു എന്നാണോ? സ്മൃതി, ഈ പ്രതിയുടെ ചെന്താമരയുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. പക്ഷേ പോലീസ് ഒരു കാര്യം പറയുന്നുണ്ട്, ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാണ്. നേരത്തെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇയാൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. ഏതാണ്ട് ഒരു മാസമായി ഇയാൾ വീട്ടിൽ വന്നുപോയിക്കൊണ്ടിരുന്നു. നേരത്തെ ജാമ്യത്തിലിറങ്ങിയ ശേഷം കോഴിക്കോട് തിരുവമ്പാടിയിലടക്കം പല സ്ഥലങ്ങളിലും ഇയാൾ സെക്യൂരിറ്റി ജീവനക്കാരനായും മറ്റും ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു മാസമായി ഇയാൾ ഈ സ്ഥലത്തെത്തുകയും കൃത്യമായ നിരീക്ഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മൊഴിയിൽ ഇയാൾ പലതും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന മൊഴികളാണ് ഇയാൾ നൽകുന്നത്. ഇത്തരത്തിൽ ഈ സുധാകരൻ സ്കൂട്ടറുമായി തന്നെ ഇടിക്കാൻ വന്നപ്പോൾ താൻ കയ്യിലുണ്ടായിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് അയാളെ ആക്രമിക്കുകയായിരുന്നു. അതിന് പിന്നാലെ അമ്മയായ ലക്ഷ്മി ഇറങ്ങി വരികയും തന്നെ തെറിവിളിക്കുകയും ചെയ്തു. അതോടെയാണ് താൻ ലക്ഷ്മിയും കൊലപ്പെടുത്തിയത് എന്നൊരു മൊഴിയാണ് ഇയാൾ നൽകുന്നത്. പക്ഷേ അത്തരത്തിലല്ല, ഇയാൾ നേരത്തെ തന്നെ ആസൂത്രണം നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ ഈ കൊലപാതകങ്ങൾക്ക് ശേഷം ഇയാൾ വീട്ടിൽ കയറി വിഷക്കുപ്പിയിൽ നിന്ന് ഏതാണ്ട് പകുതിയോളം വിഷം കഴിച്ചു എന്നൊരു മൊഴിയും പോലീസ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ വൈദ്യപരിശോധന നടത്തിയപ്പോൾ അത്തരം വിഷാംശങ്ങളൊന്നും തന്നെ ഇയാളുടെ ശരീരത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ നേരത്തെ തന്നെ ആസൂത്രിതമായ ചില മൊഴികളാണ്, ആസൂത്രിതമായ ഒരു കൊലപാതകമാണ്, അത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന മൊഴികളാണ് ഇയാൾ നൽകിയതെന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മന്ത്രവാദിയുടെയോ ജോത്സ്യൻ്റെയോ ഒരു സ്വാധീനം ഇപ്പോൾ നിലവിൽ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അത്തരമൊരു സാഹചര്യം പൂർണ്ണമായും തള്ളിക്കളയുന്നുമില്ല. അതായത് ഇയാൾ നേരിട്ട് ഒരു മന്ത്രവാദിയുമായോ ജോത്സ്യനുമായോ സംസാരിച്ചിട്ടില്ല എന്നാണ് ഇയാൾ പോലീസ് നൽകുന്ന മൊഴി. പക്ഷേ മറ്റ് ബന്ധുക്കൾ വഴിയോ മറ്റോ ഇത്തരത്തിൽ സംസാരിച്ചിട്ടുണ്ട് എന്നൊരു സൂചന പോലീസിന് ലഭിക്കുന്നുണ്ട്. പ്രതിയെ കസ്റ്റഡിയിൽ വേണം എന്നുള്ള കാര്യം കോടതിയിൽ എന്തായാലും പോലീസ് ആവശ്യപ്പെടാനിരിക്കുന്നു. 2 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഇയാളുടെ നീക്കങ്ങൾ എന്തായിരുന്നു പദ്ധതി എന്നതിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്.